ഹൈക്കമാൻഡും ശശി തരൂരും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ BJP-യിലേക്ക് പോകും എന്നുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെപ്പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ സാധ്യത പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോ ഇവിടെ വലിയ നേട്ടാപ്പ് എന്ന് വെച്ചാൽ അധികാരമോഹമാണല്ലോ എല്ലാവർക്കും. മനസ്സിലായില്ലേ? എല്ലാവർക്കും അധികാരമാണ് വലുത്. ഇവിടെ സാധ്യത ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇവിടെ അധികാരം കിട്ടിയാൽ ഇവിടെ ഇരിക്കുക, അവിടെ അധികാരം കിട്ടിയാൽ അവിടെ പോയി. ഇത് തന്നെ ഇപ്പോഴത്തെ ജനം. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. BJP അങ്ങനെ പ്രവർത്തനം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ BJP-ക്ക് വേണ്ടി മാത്രമാണ് അവരുടെ പ്രവർത്തനം. ഇത്രയും കാലം കോൺഗ്രസിലല്ലേ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആരും അവർക്ക് ഇഷ്ടമുള്ളിടത്തേ അവർ പോകത്തുള്ളൂ. സാധ്യത കാണുമായിരിക്കും. നരേന്ദ്രമോദി കാണുമായിരിക്കും. നല്ലൊരു വ്യക്തിയല്ല, നല്ലൊരു പ്രധാനമന്ത്രി. അതിന്റെ കീഴിൽ നിൽക്കുന്ന എല്ലാവരും നോക്കത്തില്ല. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ സാധ്യത സാധ്യതയില്ല. സാധ്യതയില്ല. കോൺഗ്രസിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ശശി തരൂർ അത് പറഞ്ഞ അങ്ങേര് ഇപ്പൊ ഇതിലുണ്ടായിരുന്നല്ലോ, ഈ മോഡി വന്നപ്പോ അങ്ങനെ സഹകരിച്ചല്ലോ, അതുകൊണ്ട് പോവും. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ സാധ്യത തോന്നുന്നുണ്ട്. വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലോ. കോൺഗ്രസ് പോയല്ലേ, തകർന്നല്ല. അതുകൊണ്ട് BJP-യിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ സാധ്യത ഇങ്ങനെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സക്സസ് ആവും തോന്നുന്നില്ല. ഞാൻ പോകാനുള്ള സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ പത്രത്തില് കോൺഗ്രസ്സുകാര് ഇപ്പൊ കോൺഗ്രസിനെ പ്രതികരിച്ചിട്ടുള്ള മറ്റേ ഈ ഫാഷൻ ഷോയിൽ അഭിനയിച്ച കുറെ ലേഡീസുകളുണ്ടല്ലോ, അവിടെ പാദം കഴുകുന്ന ഒരു ആദിവാസികളെ കൊണ്ട് കഴുകുന്ന ഒരു രംഗം അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. പ്രതികരിച്ച് കോൺഗ്രസ്സാണ് ചെയ്ത്, പ്രതികരിച്ച് BJP-ക്കാർ. പിന്നെ സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴും അടുത്തതിന് ഏത് ഗവൺമെന്റ് ഭരണം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ. കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആർക്കൊരു ഇതില്ല. ഇപ്പോഴും കഴിക്കുന്നത് അഴിമതി. അടുത്ത് വരാൻ പോണ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് എന്നാലും ആരുമില്ല നേതാക്കന്മാർ. പിന്നെ BJP-ക്കാണ് സാധ്യത. കൃത്യമായി ഒന്നും പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും സൂചനകൾ ലഭിക്കുന്നത് ശശി തരൂർ BJP-യിലേക്ക് എന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.